ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 4 സീറ്റിൽ വിജയിക്കുമെന്നും 2 സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്നും തിരുവനന്തപുരത്ത് നടന്ന ബി.ജെ.പി. സംസ്ഥാനതല അവലോകന യോഗത്തിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ മണ്ഡലങ്ങളിലാണ് പാർട്ടി വിജയം പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിലും പാലക്കാടും പാർട്ടി രണ്ടാമതെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും 4 ലക്ഷം വോട്ടുകൾ വീതം നേടുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. രണ്ടിടത്തും UDF ആയിരിക്കും രണ്ടാം സ്ഥാനത്ത്. കേന്ദ്രമന്ത്രി വി. മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിലും അനിൽ ആന്റണി മത്സരിച്ച പത്തനംതിട്ടയിലും വിജയം പ്രതീക്ഷിക്കുന്നു. ബൂത്ത് തലത്തിൽ ലഭിച്ച കണക്കുകളിലെ സൂചന പ്രകാരം 22% വോട്ട് നേടി മുന്നേറ്റമുണ്ടാക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 31.80 ലക്ഷം വോട്ടാണ് കിട്ടിയത്. ഇക്കുറി അത് 41 ലക്ഷം മുതൽ 44 ലക്ഷം വരെ ആകാമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ 3,16,000 വോട്ട് നേടിയ തിരുവനന്തപുരത്ത് 4 ലക്ഷത്തിനടുത്ത് വോട്ട് കിട്ടും. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സിറ്റി എന്നിവിടങ്ങളിൽ നിന്നും വിജയിക്കാനുള്ള ലീഡ് കിട്ടും. നെയ്യാറ്റിൻകരയിൽ രണ്ടാം സ്ഥാനത്തെത്തും. കോവളത്തും പാറശാലയിലും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നില്ല. തൃശൂരിൽ മണലൂർ, ഇരിങ്ങാലക്കുട, തൃശൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തും എത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ.